മാർച്ച് 15 1951 ആദ്യത്തെ സംഭവം നടക്കുന്നത്. അതും ഇത് നടക്കുന്നത് നമ്മുടെ തലസ്ഥാനമായിട്ടുള്ള ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ്. അവിടെ ന്യൂഡൽഹി ഫ്ലൈയിങ് ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു ക്ലബ്ബ് ഉണ്ടായിരുന്നു. അങ്ങനെ ആ ദിവസം ഒരു 10 ആയപ്പോൾ അവിടുത്തെ ചീഫ് എഞ്ചിനീയർ ആയിട്ടുള്ള ജോർജ് ഫ്ലോയ് എന്ന് പറയുന്ന ഒരു വ്യക്തിയും അദ്ദേഹത്തിനൊപ്പം ഒരു 25 മെമ്പേഴ്സും ഉണ്ടായിരുന്നു. ഇവരെല്ലാരും ഒരു സ്ഥലത്ത് നിൽക്കുകയായിരുന്നു. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴുണ്ട് എന്തോ ഒരു ഒബ്ജക്റ്റ്, ഒരു ഏകദേശം ഒരു സിഗരറ്റിന്റെ ഷേപ്പ് ഒക്കെ ഉള്ള ഒരു ഒബ്ജക്റ്റ് പെട്ടെന്ന് എവിടുന്നോ പ്രത്യക്ഷപ്പെട്ടതുപോലെ അവരുടെ കൺമുന്നിൽ ഇങ്ങനെ നിൽക്കുന്നതായിട്ട് അവർ കാണുന്നു. ഇവരുടെ ടെസ്റ്റിമണി അനുസരിച്ച് ഈ ഒരു ഒബ്ജക്റ്റിന് ഏകദേശം ഒരു 100 അടിയോളം നീളമുണ്ട് എന്നാണ് പറയുന്നത്. അതും ഇവിടുത്തെ ഏറ്റവും വലിയ കുഴപ്പം എന്താ വെച്ചാൽ ഈ ഒരു സംഭവം എങ്ങനെയാണ് പറന്ന് നിൽക്കുന്നത് എന്നതിനെ പറ്റിയിട്ട് ഈ നിൽക്കുന്ന ആൾക്കാർക്ക് ആർക്കും തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്നില്ല. കാരണം ആ കാലഘട്ടത്തെ ഏവിയേഷൻ ടെക്നോളജി എന്നൊക്കെ പറയുന്നത് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പോലെ ഒരു ചിറകൊള്ള ഒരു വിമാനമായിരിക്കണം, എന്നാൽ മാത്രമാണ് ആ ഒരു സംഗതിക്ക് പറക്കാൻ കഴിയുള്ളൂ. പക്ഷേ അവർ കാണുന്ന സംഭവം നേരെ തിരിച്ചാണ്. ഇത്തരം ഷേപ്പുള്ള ഒബ്ജക്റ്റുകളെ നമ്മൾ പൊതുവെ വിളിക്കുന്നത് സിഗാർ ഷേപ്പ് ഒബ്ജക്റ്റ് എന്നാണ്. അതായത് പണ്ടത്തെ സിഗരറ്റ് ഇല്ലേ, അതായത് ചുരുട്ട് പോലത്തെ ഒരു സിഗരറ്റ് ഇല്ലേ, അതിനോട് സിമിലർ ഷേപ്പുള്ള പറക്കുന്തേടികൾ ആയതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളെ നമ്മൾ സിഗാർ ഷേപ്പ് ഒബ്ജക്റ്റുകൾ എന്ന് വിളിക്കുന്നത്. ഇത് ഇത്തരത്തിലുള്ള ഒരു ഷേപ്പ് ആയതുകൊണ്ട് തന്നെ എയറോഡൈനാമിക് പ്രിൻസിപ്പിൾ അനുസരിച്ച് ഈ ഒരു സംഭവം ഒരിക്കലും പറക്കരുത്. മനുഷ്യർക്ക് അറിയാവുന്ന എയറോഡൈനാമിക്സും ഫിസിക്സും ഉപയോഗിച്ച് ഈ ഒരു സംഭവത്തെ പറപ്പിക്കണമെങ്കിൽ അതിന് നല്ല രീതിയിലുള്ള ത്രസ്റ്റ് അടിയിലേക്ക് ഇങ്ങനെ കൊടുക്കണം. 1951 ടെക്നോളജി ഉപയോഗിച്ച് നമ്മൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സംഭവം അച്ചീവ് ചെയ്യണമെങ്കിൽ മിനിമം അതിന്റെ മുകളിൽ ഒരു ഹെലികോപ്റ്ററിന്റെ പ്രൊപ്പല്ലർ പോലത്തെ എന്തെങ്കിലും ഒരു ഡിസൈൻ വേണം. പക്ഷേ ഈ 26 പേർക്കും കാണാൻ കഴിഞ്ഞത് ആ ഒരു സംഭവമല്ല, ജസ്റ്റ് ഒരു സിഗരറ്റ് പോലത്തെ ഒരു സംഭവം ആകാശത്ത് ഇങ്ങനെ പറന്നു നിൽക്കുന്നതായിട്ടാണ് ഇവരെല്ലാരും കാണുന്നത്. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഈ ഒരു സംഭവത്തിന് ശബ്ദം എന്ന് പറയുന്ന ഒരു സംഗതിയേ ഇല്ല. ഇതൊക്കെ കണ്ടപ്പോൾ ഇവിടെ നിന്നിരുന്ന ആൾക്കാർക്കൊക്കെ ഒരു കാര്യം ഉറപ്പായി, ഇത് മനുഷ്യരുണ്ടാക്കിയ ഒരു സംഭവമല്ല. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴുണ്ട് ഇവർ നോക്കി നിൽക്കുക ഈ ഒരു സംഭവം ഏകദേശം 2000 km/h വേഗതയിൽ പറന്നു പോകുന്നു. ഇതിപ്പോ എന്നെയോ നിങ്ങളെയോ പോലുള്ള ആൾക്കാരാണ് ഈ ഒരു സംഭവത്തെ വന്ന് കണ്ടിട്ട് അതിനെ പറ്റിയിട്ട് നമ്മളിങ്ങനെ പുറത്തു വന്ന് പറയുകയാണെങ്കിൽ അതിനെ വേണമെങ്കിൽ നമുക്ക് പല പല കാരണങ്ങൾ പറഞ്ഞ് റൂൾ ഔട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ ഈ ഒരു സംഭവം കണ്ടിരിക്കുന്നത് വളരെയധികം എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരാണ്. ആകാശത്ത് എന്താണ് നടക്കുന്നത് എന്നതിനെ പറ്റിയിട്ട് നമ്മളെക്കാളും വളരെയധികം നല്ല രീതിയിൽ ഗ്രാഹ്യമുള്ള ആൾക്കാരാണ് ശരിക്കും ഈ ഒരു സംഭവത്തെ വിറ്റ്നസ് ചെയ്തത്. ഇനിയിപ്പോ ഇവര് കണ്ട ഒരു സംഭവം ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ ടോപ്പ് സീക്രട്ട് ആയിട്ടുള്ള വെപ്പൺ ആണോ, അങ്ങനത്തെ ഒരു കാര്യം ആർക്കും അറിയില്ല. ഇതിപ്പോ അങ്ങനെയാണെങ്കിൽ തന്നെ അത് ഏത് രാജ്യത്തിന്റെ ആണെന്ന് പോലും നമുക്ക് ഇതുവരെയായിട്ടും അറിയില്ല. കാരണം 2026 ഈ ഒരു ദിവസം വരെ ഇങ്ങനെയുള്ള ഒരു ടെക്നോളജിനെ പറ്റിയിട്ട് എനിക്ക് കേട്ട് കേൾവിയില്ല.